ഹായ്, ഞാൻ ഐഷ ഷാംസ്. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് ഹോട്ടൽ സാഗറിലെ ഫുഡ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഹോട്ടൽ സാഗറിലെ മീൻ കറി ഒന്നും ഉണ്ടാക്കിയല്ലോ, മാങ്ങ വെച്ചിട്ടുള്ള മീൻ കറി ഭയങ്കര ടേസ്റ്റാണ്. മാങ്ങ ഇട്ടിട്ടുള്ള മത്തി കറി വെക്കുന്നത് സാഗറിൽ അതേ ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ കറിക്ക് ഉണ്ടാകുക. നിങ്ങൾ ഇനി കഴിച്ചവർക്ക് ആ ടേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും. കഴിക്കാത്തവർ ഹോട്ടൽ സാഗറിൽ പോകുമ്പോൾ ആ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപാര ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പം എങ്ങനെ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്ന നോക്കല്ലേ. ആദ്യം മീൻ കറിയിലേക്ക് തക്കാളി ഇടുക. ഒന്നും എണ്ണയിലല്ല കേട്ടോ, ലാസ്റ്റാണ് നമ്മൾ എണ്ണയിൽ താളിച്ചൊഴിക്കുന്നത്. 2 പച്ചമുളക് ഇട്ടിട്ടോ. കുറച്ച് ഫിഷ് എത്രയേ ഉള്ളൂ നമ്മളെടുത്തത്. ഒരു 5-6 മത്തി ഉണ്ടാവും, 6 മത്തിയൊക്കെ ഉള്ളൂ, അത് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കരിവേപ്പില ഇട്ടു. പിന്നെ ഇഞ്ചി ഇടാൻ പാടില്ല, ഇഞ്ചി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇടാം. മാങ്ങ ഇപ്പോൾ ഇടാൻ പാടില്ല. മാങ്ങ നമ്മൾ തിളച്ച് വന്നതിന് ശേഷമാണ് മാങ്ങ ഇടുക കേട്ടോ. നമ്മൾ അരച്ചത് ഒഴിക്കതിനകത്തേക്ക്. അരച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 6 മത്തിയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു, ഒരു നുള്ള് ഉലുവ ഇട്ട്, പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്ര മതി. ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈ നല്ലോണം വാഷ് ചെയ്തത് കൈ കൊണ്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്നിങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. അതേ കൂടുതൽ വെള്ളം ആവരുത്. എന്നിട്ട് ഇത് തിളച്ച് വരട്ടെ നന്നായിട്ട്. ഇത് നമ്മൾ ഉപ്പും കൂടി എടുത്തിടുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തിളച്ച് പുറത്തോട്ട് പോകരുത്. പുറത്ത് പോയാൽ ഈ കറിൻ്റെ ടേസ്റ്റൊക്കെ പോയി പോകും കേട്ടോ. അപ്പോൾ പുറത്ത് പോവാതെ നമ്മൾ തിളയ്ക്കണം കേട്ടോ. മീൻ കറി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇളക്കി കൊടുക്കണേ. പുറത്തേക്ക് പോവുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ മാങ്ങ എടുത്തിട്ട് കേട്ടോ, വേണ്ട മാങ്ങ അടക്കിയതിന് ശേഷം മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. മാങ്ങയുടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മീൻ എടുത്തിട്ട് കേട്ടോ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇത് കണ്ടോ, ഫിഷ് കറി നന്നായിട്ട് കണ്ടോ തിളക്കി. ഇങ്ങനെ മെല്ലെ സ്പൂണ് കൊണ്ട് ഇതാക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം മാങ്ങി മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് താളിക്കാൻ വെക്കാം. ഇത് താളിച്ചൊഴിക്കണം നമ്മൾ. ഇനി നമ്മൾ തൂമിക്കാൻ വെളിച്ചെണ്ണ എടുത്തൊഴിക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ഇടുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും വെളുത്തുള്ളിക്ക് ഉണ്ടാവുന്നത്. വെളുത്തുള്ളി ഇടുമ്പോൾ മീൻ കറിക്ക് നല്ല സ്മെല്ല് കിട്ടും, നല്ല ടേസ്റ്റാണ് ആ മീൻ കറിക്ക്. നമ്മൾ കോഴിക്കോട് സാഗറിൽ പോയി കഴിക്കുമ്പോൾ മാംഗോ ഇട്ട മീൻ കറി പറഞ്ഞുതരും. അതിനെത്ര ഒരു 500 റുപ്പീസ് എന്തോ ആണ് തോന്നുന്നുണ്ട് ഒരു ചട്ടി മീൻ കറിക്ക്. 2 പേർക്ക് കഴിക്കുന്ന 4 പേർക്ക് കഴിക്കാനുള്ള മീൻ കറിക്ക്. അപ്പം ആ മീൻ കറിയാണ് നമ്മൾ അതേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫ്രണ്ട് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അവനാണ് എനിക്ക് ഈ മീൻ കറിയുടെ രഹസ്യം പറഞ്ഞത്. കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്നത് ഈ മീൻ കറിയാണ് ഉണ്ടാക്കാറ്. തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ മാങ്ങയുള്ള സീസണിൽ ഇങ്ങനെ മാങ്ങയിട്ട മീൻ കറി വെക്കും. പുളി ഒന്നും ഒഴിക്കില്ല, കുടംപുളി ഇടില്ല, വാളംപുളി ഇടില്ല, ഒരു ചെറിയ തക്കാളി ഇടും, പിന്നെ മാങ്ങ ഇടും. പിന്നെ ഇതിപ്പോൾ 6 മത്തി എഴുത് മതി. റംസാനല്ലേ, റംസാൻ ആകുമ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ എനിക്ക് ചിക്കൻ കറിയോടുള്ള ഇഷ്ടം. എനിക്ക് എന്തിനും ഫിഷ് വേണം. ഞാൻ ഫിഷ് കറിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കരിവേപ്പില ഇട്ടിട്ട് നല്ലോണം മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം
നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്ത് മണം വരുന്നുണ്ടെന്നറിയോ? ഞാൻ വെച്ച കറി ഞാനായിട്ട് പറയുന്നത്, ഞാൻ വെച്ച കറി അപ്പുക്കി പറയുന്നതല്ല. ഈ മീൻകറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണത്. ഇതിങ്ങനെ തന്നെ വെക്കുക. ഇത് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഈ മീൻകറിയിലേക്ക് ആ ടേസ്റ്റുകളൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പോൾ കണ്ടോ, നിങ്ങൾ നല്ലൊരു മീൻകറി കണ്ടില്ലേ? ഇതുപോലെ മീൻകറി നിങ്ങൾ വെക്കുക. എൻ്റെ ചാനലിൽ കാണുന്നവർ ഇതേപോലെ മീൻകറി വെച്ചിട്ട് എന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതേപോലെ നല്ലൊരു ടേസ്റ്റുള്ള മീൻകറി നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് എനിക്ക് അയച്ചു തരണേ, നിങ്ങൾ പറയണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. എല്ലാവരും എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബായ്.